നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി VBC ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ചും CPM നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ അടുപ്പുകൂട്ടൽ സമരം നടന്നു. യൂത്ത് ഫ്രണ്ട് M വെള്ളിയമ്പറ്റം മണ്ഡലം കൺവെൻഷൻ പന്നിമറ്റത്ത് നടന്നു. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ MG ജേക്കബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള വിശ്വകർമ്മ സഭ വാർഷിക പൊതുയോഗം വണ്ണപ്പുറത്ത് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PS സിദ്ധാർത്ഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ വാഴക്കുളത്ത് മെഡിക്കൽ ക്യാമ്പ് നടത്തി. തൊടുപുഴ വീഷണം ജംഗ്ഷനിലെ കള്ളുഷാപ്പിനെതിരെ സമരം ശക്തമാകുന്നു. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് സമരപന്തൽ സന്ദർശിച്ചു. തട്ടുകുഴ ക്ഷേത്രത്തിൽ ആഴിപൂജ നടന്നു. തൊടുപുഴ ന്യൂമൻ കോളേജ് എക്കണോമിക്സ് വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. വാർത്തകൾ വിശദമായി. വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ചും പാചകവാതക സിലിണ്ടർ നിയന്ത്രണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും CPM നേതൃത്വത്തിൽ ഇളംദേശത്ത് അടുപ്പുകൂട്ടി പ്രതിഷേധ സമരം നടത്തി. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ EK കബീർ, KV നാരായണൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി SR രാജശേഖരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പാചകവാതകത്തിൻ്റെ അമിതമായ വിലവർധനവും അതുപോലെ തന്നെ പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ച കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം 7460 കേന്ദ്രങ്ങളിൽ ഇന്ന് ഒരു ജില്ലയിൽ 7460 കേന്ദ്രങ്ങളിൽ ഇതുപോലെ ഇന്ന് അടുപ്പ് കെട്ടി സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. CPM നേതൃത്വത്തിൽ പന്നിമറ്റത്ത് അടുപ്പുകൂട്ടിയുള്ള പ്രതിഷേധ സമരം നടത്തി. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാത്യു മറ്റത്തിനാനി ഉദ്ഘാടനം നിർവഹിച്ചു. KV നാരായണൻ, ജോയി മൈക്കിൾ, MS വിജയൻ, PR രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങളെ ദ്രോഹിക്കാനായിട്ട് കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് കേവലം ഗ്യാസിൻ്റെ മാത്രം പ്രശ്നമല്ല, സമസ്ത മേഖലകളിലും ഗവൺമെൻറ് പിന്നോക്കം പോയി കുത്തകകളെ കയറ്റിവിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ അവർക്ക് ബാധയൊരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ പേപ്പറിലുണ്ട് അത്യാവശ്യ മരുന്നുകൾ, ജീവൻ രക്ഷാ മരുന്നുകളുടെ വില നിയന്ത്രിക്കാനുള്ള അധികാരം വരെ ഗവൺമെൻറ് നീക്കം ചെയ്തിരിക്കുകയാണ്. കോടതി വരെ പറഞ്ഞിട്ടും കുത്തക കമ്പനികൾക്ക് വേണ്ടി വില നിയന്ത്രണം. വിലക്കയറ്റത്തിനെതിരെ CPM നേതൃത്വത്തിൽ കാഞ്ഞാർ കൈപ്പയിൽ അടുപ്പുകൂട്ടി പ്രതിഷേധ സമരം നടത്തി. CPM നേതാവ് KV സണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. ഇന്ന് കേരളത്തിൽ CPMൻ്റെ നേതൃത്വത്തിൽ അഗ്നിശൃംഖല തീർത്തിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന പാചകവാതകത്തിൻ്റെ വില വർദ്ധിപ്പിക്കുകയും ഒരു വർഷം 12 പാചകവാതകം കൊടുത്തുകൊണ്ടിരുന്നത് 6 വെട്ടിച്ചുരുക്കുകയും ചെയ്തിരിക്കുകയാണ്. പാചകവാതക സിലിണ്ടർ നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച് CPM നേതൃത്വത്തിൽ കാഞ്ഞാറിൽ അടുപ്പുകൂടി പ്രതിഷേധ സമരം നടത്തി. സംസ്ഥാനത്ത് ഭൂരഹിതരായി കണ്ടെത്തിയിട്ടുള്ള 2 ലക്ഷത്തിലധികം പേരിൽ 1 ലക്ഷം പേർക്ക് അടുത്ത വർഷം ഓഗസ്റ്റോടെ 3 സെന്റ് ഭൂമി വീതം നൽകുമെന്ന് മന്ത്രി അടൂർ പ്രകാശ്. ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ മുണ്ടിയെരുമയിൽ നടന്ന ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ എത്ര കുടുംബങ്ങളാണ് 1 ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്തവർ എന്ന് കണ്ടെത്തും എന്ന് UDF ഗവൺമെന്റ് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 2012 ഓഗസ്റ്റ് മാസം 15-ാം തീയതി തന്നെ അതെല്ലാം ഓരോ ജില്ലയിലും എത്ര ആളുകളെന്ന് എത്ര കുടുംബങ്ങളെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ 2,33,232 കുടുംബങ്ങൾ കേരളത്തിൽ ഉടനീളം
ഒരിഞ്ച് ഭൂമി പോലും ഇല്ലാത്ത കുടുംബങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയുണ്ടായി. യൂത്ത് ഫ്രണ്ട് എം വെള്ളിയമ്മറ്റം മണ്ഡലം കൺവെൻഷൻ പന്നിമറ്റത്ത് നടത്തി. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒട്ടനവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോരുന്നു എന്ന് നിങ്ങൾക്കറിയാം. 1960കളിൽ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം, ഒരു സംസ്ഥാന പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരും ഇഷ്ടപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ അതെന്തോ ദേശീയ വിരുദ്ധമായിട്ടുള്ള കാര്യമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പാർട്ടിയുടെ നേതാവും ലോകത്തിലെ നേതാക്കന്മാരിൽ ഒരാളുമായ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ളവര് നമ്മുടെ രാജ്യം ഭരിക്കുമ്പോൾ സംസ്ഥാന പാർട്ടികൾ ദേശീയതയ്ക്കും അഖണ്ഡതയ്ക്കും ഒക്കെ എതിരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അന്ന് ഒട്ടനവധി സംസ്ഥാന പാർട്ടികൾ ഒന്നും തന്നെ രൂപപ്പെട്ടിരുന്നില്ല. മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ചെമ്പകത്തിനാൽ അധ്യക്ഷത വഹിച്ചു. പാർട്ടി നേതാക്കളായ ഷാജി മുതുകുളത്തിൽ, M മോനിച്ചൻ, NB വർക്കി നിരപ്പേൽ, ജോസ് മാത്യു, അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, ജയകൃഷ്ണൻ പുതിയടത്ത്, അഡ്വക്കേറ്റ് മധു നമ്പൂതിരി, ജോസ് കുന്നുംപുറത്ത്, ക്ലെമന്റ് ഇമ്മാനുവൽ, ബൈജു വറവുങ്കൽ, ബിന്ദു ദിലീപ്, ജോസി വേളച്ചേരിൽ, റെജി നെടിയപ്പാല, സോയി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അരീക്കുഴ JCSന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. മന്ത്രി അനൂപ് ജേക്കബ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താവിന് അവന്റെ അലോട്ട്മെന്റ് കിട്ടുന്നു എന്ന ലക്ഷ്യമാണ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വെക്കുന്നത്. 700 കോടി രൂപ പ്രതിവർഷം സബ്സിഡി ഇനത്തിൽ ഗവൺമെന്റ് മുമ്പോട്ട് വെക്കുമ്പോൾ പ്രയോഗിക്കുമ്പോൾ അത് അനർഹമായ നിലയിൽ പോകുന്നുണ്ടെങ്കിൽ, അത് അർഹതപ്പെടാത്തവരുടെ കൈകളിലേക്ക് അത് മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിനൊരു അവസാനം വരേണ്ടതായിട്ടുണ്ട്. ആ അവസാനം വരുവാനുള്ള തുടക്കമാണ് ഇക്കാര്യത്തിലൂടെ ഗവൺമെന്റ് ലക്ഷ്യം നോക്കുന്നത്. എന്തായാലും ഈ വിഷയം ഇവിടെ പറഞ്ഞൊരു കാര്യമില്ല, ഇത് ഒരുപാട് ചർച്ചകൾ വേണ്ടി വരുന്ന കാര്യങ്ങളാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഒരുപക്ഷെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള വേദികളും സന്ദർഭങ്ങളും നിരവധി കടന്നു വന്നേക്കാം. സാന്ദർഭികമായി തീർച്ചയായിട്ടും മിസ് കേരള റണ്ണർ-അപ്പ് റീനു സണ്ണി, സിനിമാ താരം മേഘ്ന നായർ, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം ആൻമേരി, JC സോൺ പ്രസിഡന്റ് പ്രൊഫസർ സാംസൺ തോമസ്, സോൺ ഡയറക്ടർമാരായ രാംകുമാർ മേനോൻ, ജോമി N ജോസ്, രാഹുൽ J നായർ, ജോസഫ് തോമസ്, TC രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. കിണറ്റിൽ വീണ 2 വയസ്സുകാരനെ പ്രായം മറന്ന് രക്ഷപ്പെടുത്തിയ മുതലക്കോടം കളപ്പുരയ്ക്കൽ മാത്യുവിനെ ചടങ്ങിൽ ആദരിച്ചു. മന്ത്രി അനൂപ് ജേക്കബ് ഉപഹാരം സമ്മാനിച്ചു. ബിജു J ആലപ്പാട്ട് പ്രസിഡന്റും റോയിച്ചൻ മാളിയേക്കൽ സെക്രട്ടറിയുമായ ഭരണസമിതിയാണ് ചുമതലയേറ്റത്. അഞ്ചേരി ബേബി വധക്കേസിൽ CPM ഇടുക്കി മുൻ ജില്ലാ സെക്രട്ടറി MM മണിയുടെ ജാമ്യാപേക്ഷ ഇടുക്കി ജില്ലാ കോടതി തള്ളി. മണി ജാമ്യത്തിലിറങ്ങിയാൽ മണി സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതിയുടെ നടപടി. രാവിലെ കോടതി ചേർന്നയുടൻ പരിഗണിച്ച ഹർജിയിൽ മണിയുടെ ജാമ്യാപേക്ഷ തള്ളുന്നുവെന്ന ഉത്തരവ് മാത്രമാണ് കോടതി പുറപ്പെടുവിച്ചത്. ജാമ്യത്തിന് മണിക്ക് ഇനി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരും. മണിക്ക് കേസുമായി ബന്ധമില്ലെന്നും അറസ്റ്റ് ന്യായീകരിക്കാനാവില്ലെന്നും മണിയുടെ അഭിഭാഷകൻ വാദിച്ചു. കേരള വിശ്വകർമ്മ സഭ വാർഷിക പൊതുയോഗം വണ്ണപ്പുറത്ത് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സിദ്ധാർത്ഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിന്റെ ഒക്കെ തന്നെ ഈ സംസ്ഥാനത്തിന്റെ അധികാര സ്ഥാനങ്ങളിൽ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞ ഒരു സമൂഹത്തിന് സ്വതന്ത്രാനന്തര ഭാരതത്തിൽ നമ്മളുടെ തെറ്റുകൊണ്ടോ നമ്മളുടേതല്ലാത്ത തെറ്റുകൊണ്ടോ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരണാധികാരി വർഗത്തിന്റെ മുമ്പിൽ അപേക്ഷകളും പരാതികളും സമർപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കേണ്ട ഒരു സമുദായത്തിന്റെ കഴിഞ്ഞകാല സ്മരണകൾ അനുസ്മരിക്കാൻ ഈ സമ്മേളനം ഏറെ പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടും ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS വിനയരാജ്, കരിയർ വിദഗ്ധൻ ബാബു പള്ളിപ്പാട്ട്, സംഘടനാ ഭാരവാഹികളായ NT മുരളി, AN മുകുന്ദദാസ്, KD മണിദാസ്, AG ഗോപി, PS ഗോപാലകൃഷ്ണൻ, KK അജിത് കുമാർ, ബിന്ദു വിക്രമൻ, ഷീല ഗോപി, TK മനോജ്, TN ത്യാഗരാജൻ, ശ്രീദേവി മോഹനൻ, ഷൈജി രാജേന്ദ്രൻ, KK അനിൽകുമാർ, K ബിജു, PG സുകുമാരൻ, PS രാജേന്ദ്രൻ, KG ബാലകൃഷ്ണൻ, ലളിത മോഹൻദാസ്, KN സുകുമാരൻ, സുമ ഗോപി, കൃഷ്ണകുമാരി സോമൻ, KM ശശിധരൻ, AR ശശീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോടതി ഉത്തരവ് ലംഘിച്ച് കോഴി ഫാം പൊളിച്ചു നീക്കിയതായി ആനച്ചാൽ ആഡിറ്റ് അടക്കര ഗണേഷ്, ഭാര്യ സെൽവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ആനച്ചാൽ ആഡിറ്റ് കരയിൽ എടപ്പറമ്പിൽ തങ്കെന്ന് പറഞ്ഞ ആളുടെ സ്ഥലം മകൻ രാമചന്ദ്രനും കൂടി ചേർന്ന് ഞങ്ങൾക്ക് 10 വർഷത്തേക്ക് എഴുതി തന്നു. പണിയെടുത്ത 15,000 രൂപ അഡ്വാൻസും
1500 രൂപ വാടകയ്ക്ക്. ഞങ്ങൾ ഒരു 12 സെൻറ്റ് സ്ഥലം, എൻ്റെ സ്ഥലം വിറ്റിട്ടാണ് ഈ സ്ഥലത്ത് ഫാമും തുടങ്ങാനായിട്ട് പൈസ മുടക്കിയത്. 3 വർഷം കഴിഞ്ഞ് ആദ്യത്തെ വർഷം എൻ്റെ പേർക്ക് 11 മാസം കഴിയുമ്പോൾ പുതുക്കണം എന്നും പറഞ്ഞാണ് തന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ വാർഷികവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും തൊടുപുഴയിൽ നടന്നു. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പിന്നിൽ ഇരിക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എന്ന് പറഞ്ഞു പത്തനംതിട്ട വൈസ് പ്രസിഡന്റ് പറഞ്ഞ കാർത്തികേശന്റെ ഹോട്ടലിൽ ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് പട്ടാളം മാതൃകയിൽ പോലീസും DSOകാരും കലക്ടർ ഓർഡർ അനുസരിച്ച് വന്നു. ചായക്ക് 2 രൂപ കൂടി എന്ന് പറഞ്ഞ് ഹോട്ടലിൽ റെയ്ഡ് നടത്തി. റെയ്ഡ് എന്ന് പറഞ്ഞാൽ പോലീസുകാർ വന്ന് നമുക്കറിയാം, നമ്മുടെ ഹോട്ടലിൽ കുറച്ച് പോലീസുകാരും കുറച്ച് ഓഫീസേഴ്സും കയറി ഇറങ്ങുമ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ സ്റ്റാൻഡേർഡ് എവിടേക്ക് പോയി? പൊതുജനങ്ങളുടെ മുന്നിൽ നമ്മൾ ചെയ്ത കുറ്റം 2 രൂപ ചായ കൂട്ടി എന്നുള്ളതാണ്. 1 രൂപ ചായക്ക് കൂട്ടി എന്നുള്ളതാണ്. ഇതേ രീതിയിൽ തന്നെ പത്തനംതിട്ടയിലും ചില ഹോട്ടലുകൾ ചെയ്തു. ഇത് പറയുന്ന ഇവിടെ നമ്മുടെ ശബരിമല സീസണിന്റെ കാര്യം പറഞ്ഞിട്ടാണ് അവർ കയറുന്നത്. അവർക്ക് ഒരു അധികാരമില്ല. നമ്മൾ ഇന്നലെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്ത് ഹൈക്കോടതിയിൽ 1 മണിക്കൂറോളം നമ്മുടെ വക്കീൽ വാദിച്ചു. അവർക്ക് മറുപടി പറയാനില്ല. നിങ്ങൾ എന്ത് അധികാരത്തിലാണ് നിങ്ങൾ കയറിയത്? അധികാരം ഒന്ന് കാണിച്ചു തരാമോ നിയമത്തിൽ? നിങ്ങൾ എന്ത് അധികാരത്തിലാണ് ആ ഹോട്ടലിനെ കോമ്പൗണ്ട് ചെയ്യിച്ച് 5000 കോമ്പൗണ്ട് ചെയ്യിച്ച് കാശ് വാങ്ങിച്ചത്? എന്ത് അധികാരത്തിലാണ്? ഏതായാലും തിങ്കളാഴ്ചക്ക് കേസ് വെച്ചിരിക്കുക. അഡ്വക്കേറ്റ് ജനറലിനോട് തന്നെ. ജില്ലാ പ്രസിഡന്റ് MN ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ രക്ഷാധികാരി TK അബ്ദുൽ ഖാദർ ഹാജി, സംസ്ഥാന സെക്രട്ടറിമാരായ പ്രശാന്ത് ആനന്ദ ഭവൻ, KM രാജ, G ജയപാൽ, ജില്ലാ സെക്രട്ടറി PM സജീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ വാഴക്കുളത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മർച്ചന്റ് അസോസിയേഷൻ നടത്തുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹൃദ്രോഗം, ശ്വാസകോശ, പ്രമേഹ രോഗങ്ങൾക്കായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് വർഗീസ് പെരിയക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൈസി ഡൊമിനിക് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സംഘടനയാണെന്ന് നമുക്കറിയാം. അതിൽ 410 അംഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെ വളരെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലേക്ക് ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ജനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് പാവങ്ങളായവരെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും അതിലേക്ക് സജീവമായി അതുപോലെ തന്നെ മരുന്നുകൾ കൂടി ഈ ക്യാമ്പിൻ്റെ പ്രത്യേകത മരുന്നുകൾ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതും ഭംഗിയായി ഇതുപോലെയുള്ള ക്യാമ്പുകൾ ഇനിയും ഉണ്ടാവുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നല്ലൊരു പ്രവർത്തകരാണ് നമ്മുടെ മുമ്പിൽ അണിനിരക്കുന്നത്. അവർ ഇനിയും നല്ല ക്യാമ്പുകളും അതുപോലെയുള്ള നല്ല ഭക്തസംഘടനകളും അതുപോലെ ദിവ്യകാരുണ്യ പ്രവർത്തനങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാകുമെന്നതിനോട് യാതൊരു സംശയമില്ല. ഇനിയും ഇങ്ങനെ തന്നെ മുമ്പോട്ടുള്ള നല്ലൊരു ക്യാമ്പും ഇനിയും ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഈ സംഘടനയ്ക്കുണ്ടാവും. പിന്നെ ഞാൻ ഈ സംഘടനയുടെ ഒരു അംഗവും കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് ഒത്തൊരുമ ഉണ്ടാവും. പഞ്ചായത്തിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ ഇവിടെ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ മർച്ചന്റ് അസോസിയേഷന്റെ വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. മഞ്ഞള്ളൂർ PHCയിലെ ഡോക്ടർ K അമൽലാൽ ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. പാചകവാതക സിലിണ്ടർ നിയന്ത്രണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടും വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ചും CPM നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ അടുപ്പുകൂട്ടൽ സമരം നടന്നു. യൂത്ത് ഫ്രണ്ട് M വെള്ളിയമ്പറ്റം മണ്ഡലം കൺവെൻഷൻ പന്നിമറ്റത്ത് നടന്നു. കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ MG ജേക്കബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള വിശ്വകർമ്മ സഭ വാർഷിക പൊതുയോഗം വണ്ണപ്പുറത്ത് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PS സിദ്ധാർത്ഥൻ ഉദ്ഘാടനം നിർവഹിച്ചു.
മർച്ചന്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ വാഴക്കുളത്ത് മെഡിക്കൽ ക്യാമ്പ് നടത്തി. തൊടുപുഴ വീഷണം ജംഗ്ഷനിലെ കള്ളുഷാപ്പിനെതിരെ സമരം ശക്തമാകുന്നു. ഡിസിസി പ്രസിഡന്റ് റോയ് കെ പൗലോസ് സമരപന്തൽ സന്ദർശിച്ചു. തട്ടുകുഴ ക്ഷേത്രത്തിൽ ആഴിപൂജ നടന്നു. തൊടുപുഴ ന്യൂമൻ കോളേജ് എക്കണോമിക്സ് വിഭാഗം പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.